നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. ഞാൻ ഒരുപാട് എന്താ പറയാ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തികളിൽ ഒന്നാട്ടോ ശിവാംഗി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രംഗബോധമില്ലാത്ത കോമാളി നിന്നെ ഞാൻ ഇവിടെ ആരുടെയും കാര്യമൊന്നും നോക്കൂല. എല്ലാവർക്കും ഞങ്ങളും നോക്കില്ല. പറഞ്ഞു തിരിഞ്ഞു പോയാ. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. ഞാനും യോജിക്കുന്നു. എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെന്നാണ് എന്റെ വിചാരം. കണ്ണിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അല്ലേ? പക്ഷേ എനിക്ക് കണ്ണെഴുതണമെന്നൊന്നും ആവശ്യമില്ല. കണ്ണെഴുതാതെ ഞാൻ ഭംഗിയാണ്. അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇങ്ങനെ ഒരു അമ്മേനെ ഞങ്ങൾക്കും കിട്ടിയില്ല. എല്ലാരും പറയും. പക്ഷെ ഒരു ദിവസം ജീവിച്ചു നോക്കിയാലാണ് അവർക്കറിയാം. ഇപ്പൊ ശരിയായില്ലേ? പിന്നെ വന്നു അമ്മ ഒന്നും നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല. ഒരു നടക്കി പോണ ലക്ഷണം ഇല്ലല്ലോ. രാവിലെ അതോ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇവനിത് ഓവറാക്കും. തൈര് സാധനം ഓപ്പൺ, ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്താ ചോറ് മാത്രം ഉണ്ടാവില്ല. തൈരില്ല എവിടെയോ പറന്നുപോയി. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. അയ്യോ, ഞാൻ ഒരു ഹോപ്പ്ലെസ് റൊമാന്റിക. എന്നുവെച്ചാ ഓപ്ലസാ. ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? ഹോപ്പ്ലെസ് അല്ല, ഹോപ്പ്ലെസ്. ഓപ്ലസ്. അയ്യോ അല്ല, ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതല്ലടാ, ഇതോ ഏത് ഞാൻ ആ വേർഡ് കേട്ടിട്ടില്ല. തന്നെ ആരും കുറ്റം പറയില്ല. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും.